മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെപിസിസിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിന്റെ റഷ്യയും ഇദി അമീന്റെ ഉഗാണ്ടയോ ഒന്നല്ല. ഇത് കേരളമാണ്, ജനാധിപത്യ കേരളമാണ്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ. നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആള് എം ഇ ഗോവിന്ദൻ മാത്രമാണ്. മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്, സമീപത്തുള്ളതാണ്, സംസാരിച്ചതാണ്. ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത്. അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് CPM സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത്? പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട്, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട്, ഞങ്ങൾക്കെല്ലാം എതിരായിട്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ, എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ്. ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല. കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത്. കേസെടുക്കാൻ പറ്റില്ല. ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയുകയാണ്. അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. പിന്നെ AI ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന? ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന CPM ആണ്. കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ, എന്റെ, KC വേണുഗോപാലിന്റെ, രമേശ് ചെന്നിത്തലയുടെ ഒക്കെ AI ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിട്ട CPM നേതാക്കന്മാരെ, CPM ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ നടപടിയെടുക്കുക? മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. പരോളിൽ വിട്ട സർക്കാർ. പോലീസ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ? എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി 20 കൊല്ലം ശിക്ഷിച്ച CPM നേതാവിനെ 1 മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിലിറക്കിയില്ലേ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ? TP ചന്ദ്രശേഖരന് 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ? പോലീസിന്റെ സഹായത്തോടുകൂടി, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി. എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ. അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ. പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കൊരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ. മിസ്റ്റർ പിണറായി വിജയൻ, അപമാനമാണ്. നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയതിന് കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇത് 2ാമത്തെ കേസാണ്. ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ജനങ്ങളൊരു താക്കീത് തന്നാണ്. അത് ഇതുവരെ പഠിച്ചില്ല. പഠിക്കണ്ട. ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് 2026. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ. ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. AI
ടൂൾ ഉപയോഗിച്ച് ചെവിയിൽ സംസാരിക്കുന്നത് പോലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് പറയുന്നത്. പക്ഷെ കുറ്റപത്രത്തിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല. ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് അവിടെ CPM ഇടുന്നു. CPMന്റെ സൈബർ ഇതില്ലേ, ഒരു പരാതിയില്ലല്ലോ, ഒരു കേസ് കൊടുത്തില്ലല്ലോ. അപവാദം, ലൈംഗിക ചുവയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് CPM. എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞു. ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയിപ്പിക്കുകയാണ് CPM. പണം കൊടുത്ത് പറയിപ്പിക്കുക, എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ്. DGPക്ക് പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല, ഞാൻ കൊടുത്ത പരാതിന് നടപടിയെടുത്തില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യല്ലേ? ഇത് മുഖ്യമന്ത്രി എന്തായാലും അയാളെ കണ്ടാണല്ലോ, സംസാരിക്കും ചെയ്താണല്ലോ, അല്ലേ? ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള CPMന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം, ഒരാഴ്ച ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന്. അത് വരുന്ന രീതിയിൽ ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ്. CPMന് എന്തും ചെയ്യാം. CPMന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് CPM. അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചതല്ല, എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങളാര് കേസ് കൊടുത്ത ഞങ്ങളെ അച്ചു ഉമ്മനെതിരെ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി, പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ്, നാട്ടില് ന്യായമില്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്, ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ്, പോലീസിനെ ബോംബെറിഞ്ഞവനെ. അല്ല, ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും. കരിയറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കരിയറായല്ലോ. അവസാനത്തതിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. എന്താണ് കേരളം? ജനാധിപത്യ കേരളമല്ലേ? എന്ത് ചെയ്യാ? എത്ര പേർക്കെതിരായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി, ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ. ഒരുത്തരെതിരെ നടപടിയെടുത്തു, ഇത്ര പേര് പരാതി കൊടുത്തു, ഒരാൾക്കെതിരെ നടപടിയെടുത്തു, സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഉള്ള ഫോട്ടോ ഞങ്ങളിടുമല്ലോ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത്, അല്ലേ? 2019 അവിടെ കൊള്ള നടന്നു, കവർച്ച നടന്നു എന്ന് CPM നേതാക്കൾക്ക് അറിയാലോ. ഇവരുടെ ഇന്റലിജൻസ് ഒക്കെ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇന്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു? സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ. ഇങ്ങനെ ഒരാള് കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ. കോടതി എന്ന് പറയണ്ടല്ലോ, ഭരണകൂടത്തിന് അറിയാമായിരുന്നു ഈ സംഭവങ്ങൾ, അവിടുത്തെ കൊള്ള. എന്നിട്ട് അയാളുടെ കൂടെ പോയത്. ഞങ്ങൾ എന്നിട്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല, ഒരാക്ഷേപവും. ഇത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ്. ഞങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട്. ഇപ്പോഴും അത് പേടിയാണ്. മുതിർന്ന നേതാക്കളെ പറ്റി, വേറെ നേതാക്കളെ പറ്റി പറയും, മൊഴി കൊടുക്കുമെന്നുള്ളതാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല CPM. അതിന്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാട്ടിനെതിരെ കേസെടുക്കലും. നാണം കെട്ടുപോയില്ലേ? പാട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ടുപോയല്ലോ. ആരാ ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്? എന്ത് കലാപമാണ് അതിന്റെ അകത്ത്? എന്ത് കലാപമാണ്? എന്ത് കലാപാഹ്വാനമാണ്? ആ പാട്ട് കണ്ട് കലാപം ഉണ്ടാ, ആ ചിത്രം കണ്ട് ഞാൻ പറയരുത്, അത് തന്നെ പറയാം. അത് അവരുണ്ടാക്കുമല്ലേ, കേസ് ഉണ്ടാക്കുമല്ലേ. ആ കേസ് നിൽക്കൂല, അത് കോടതി എടുത്ത് ചവറ്റോട്ടയിൽ എറിയുന്നു കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കണ്ടെന്ന് തീരുമാനിച്ചത്. ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം. അതല്ല, ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അതൊരു മുതിർന്ന നേതാവല്ലേ, അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ, KPCC ഭാരവാഹിയൊക്കെ ആയിട്ടിരുന്ന ഒരാളല്ലേ, ഒരു മുതിർന്ന ആളെ. എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത്? വെച്ചിട്ട് ടൂൾ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ CPM ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം. എല്ലാ ദിവസവും എനിക്കെതിരെ 10 കാർഡ് ഇറങ്ങുന്നത്, 10 കാർഡ്.
അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇവിടെ വന്ന് പറവൂര് വന്ന് പ്രസംഗിച്ചാണ്. ഇയാൾക്കെതിരെ 10 കാർഡ് ഇറക്കും, അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളണം. പേരൊന്നും പറയണ്ടല്ലേ ആരാ ചെയ്തതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരിറക്കുന്നതൊന്നുമല്ല പ്രശ്നം. ഈ പോറ്റിയും കേറ്റിയും എന്നുള്ള പാട്ടുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സർക്കാരിന് നയമല്ല എന്നുള്ളതാണ്. പോലീസ് നടപ്പാക്കുന്ന സർക്കാർ അങ്ങനെയല്ല. പോലീസ് അറിയാതെ കേസെടുക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുക. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് നാണം കെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞ അത് ശരിയല്ല എന്ന്. അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് കേസെടുക്കാൻ പോയെന്ന് പറഞ്ഞ്. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത്? അങ്ങനെ എത്ര CPM-കാർ ഇപ്പൊ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട്. എത്ര ഇന്നിറക്കിയേക്കണേ കാടി ഞാൻ കാണിച്ചുതരാം. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഒരു 4-5 ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കും. ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല. അതൊന്നും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ഇത് വിചാരിക്കുമെന്ന്. എന്തെല്ലാം ഇറക്കുന്നത് എല്ലാ പ്രവർത്തകരോടും ഇത് പ്രൊഫൈലാക്കാൻ അങ്ങനെ ഞങ്ങളിത് ചെയ്യാൻ പറയും. ഞങ്ങൾ ചെയ്യാൻ പറയും. മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അങ്ങനെ ഭയപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാവരും ഇടാൻ പോവാം. ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് AI ആണോ അല്ലാത്തതാണെന്ന്. എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് AI വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേ എന്ന്. ഇപ്പൊ ചിത്രം ഉണ്ടല്ലോ, ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം. അടുത്തൊന്നും സംസാരിക്കണില്ല, അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച്. ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നു ഇവിടെ. എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു. ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനാക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവർ സ്പൈ ആണെന്ന് അറിയേണ്ടതാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗറാക്കിയത്? അല്ലല്ലോ. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായ നമ്മളെങ്ങനെ ഉത്തരവാദിയാണ്? ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് ഇത്. അന്ന് ആ വിവാദം അവസാനിച്ചു. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. മന്ത്രിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ? അന്ന് ആ ആക്ഷേപം അവസാനിച്ചു. സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരും മന്ത്രിക്കെതിരെ എഴുതിയില്ല. ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും. ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതെന്താന്ന് വിചാരിച്ചത്? കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ പേടിച്ചു പോകുന്ന, ഞങ്ങളെല്ലാം പേടിച്ച് മാളത്തിൽ വിളിക്കുന്ന വിചാരിച്ചത്. അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോൾ കണ്ടല്ല, പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ കണ്ടല്ല. ആ പാട്ട് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക. മലയാളികൾ മാത്രമല്ല, ഇപ്പൊ അല്ലാത്ത വിദേശ രാജ്യത്തെ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നാൾ അയർലൻഡിൽ ഐറിഷുകാർ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാട്ട്. അത്രയും പബ്ലിസിറ്റി അതുകൊണ്ട് കൊടുത്ത് ഐറിഷുകാര് അവിടെ അയർലൻഡിൽ പാടിക്കൊണ്ടിരിക്കുക ഈ പാട്ട്, അയ്യപ്പറ്റ പാട്ട്. ഒപ്പം തന്നെ ഇപ്പൊ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്ന എന്താണ് ഞാൻ ചോദിക്കുന്നത്? പലർക്കും പല വഴി ബന്ധമുണ്ടാവും. പലരും പോയി കണ്ടു കാണും. അന്ന് ഇയാൾ കുറ്റവാളിയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ എന്നെ കാണാൻ എത്ര പേര് വരുന്നുണ്ട്? ഇപ്പൊ നിങ്ങളിവിടെ ഇരുന്നപ്പോ എത്ര പേര് അതിൽ പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. ചിലർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയും, ഇല്ലേ? ഫോട്ടോ എടുത്ത് പോവും. അവർക്കറിയാം അയാൾക്ക് അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ, ഈ ആൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം അന്നില്ലല്ലോ. നിങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയുന്നതെന്ന് ഏത് കുഴപ്പക്കാരനാണെന്ന് അറിയുന്നത് ഈ കോടതി പറഞ്ഞ പിന്നല്ലേ. അതുവരെ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയേനെ. അതുകൊണ്ട് അയാൾ ഫോട്ടോ എടുത്തതിന് കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളാണ്. അതൊക്കെ കിട്ടുമെന്നേ. അവിടെ അങ്ങനെയൊന്നും അവിടെ നിന്നൊരു മുഖ്യമന്ത്രിയെ കാണാമെങ്കിൽ എന്താ സോണിയാഗാന്ധിയെ കാണാൻ പ്രശ്നം? മുഖ്യമന്ത്രിയെ കാണാനുള്ള അതിനേക്കാളും പാട്. മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാനും പരിപാടി കാണാനും ഉള്ളതുപോലെ തന്നെയല്ലേ അവരൊക്കെ എത്രയോ. അല്ല ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, അന്നല്ലേ ഈ കേസൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ്, എത്രയോ വർഷം മുമ്പാണത്. കേസുകളൊക്കെ വരുന്നതിന് മുമ്പല്ലേ. അവർ ചിലപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ചാരിറ്റി, പ്രകാശ് പറഞ്ഞ ചാരിറ്റി വർക്ക് നടത്തുന്ന ഒരാളായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ പോയി കാണാം, ആരെങ്കിലും ഉള്ള പരിചയം വെച്ച് പോയി കാണാം. അതിനത് ഇത്ര കാര്യം. ഈ ഇപ്പൊ എന്നെ വന്ന് കാണുന്ന മുഴുവൻ ആളുകളും സത്യസന്ധരും നീതിമാന്മാരും കൊള്ളാവുന്നവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള വല്ല സംവിധാനം ഉണ്ടോ? അതേ മനസ്സറിയുന്ന യന്ത്രമൊന്നും ഇല്ലല്ലോ നമുക്ക്. ഇപ്പൊ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എത്ര പേരാ വന്ന് പടം എടുത്തിട്ട് പോകുന്നത്? നാളെ അവനൊരു കള്ളക്കടത്ത് കേസ് പിടിച്ചാൽ ഞാൻ അവന്റെ കൂടെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് ഞാനും അവനോട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും?
അത് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പറയണവര് തള്ളി മാറ്റാൻ പറ്റുമോ? നമുക്ക് തള്ളി മാറ്റാൻ പറ്റും. നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നവര് ചിലപ്പോൾ ഇവന്മാർ തോളയിലും കൈയിടും. ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ടുള്ള പടം എടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടും ശ്രമം നടത്തും. ഞാൻ ആകെ ചെയ്യാറുള്ളത് തോളെ കൈ വയ്ക്കുമ്പോൾ തോളയിൽ നിന്ന് കൈയെടുത്ത് മാറ്റും. അവിടെ അത്ര ബന്ധമുണ്ടെന്ന് ആരും അറിയണ്ട. പിന്നെ ചിലപ്പോൾ തോളയിലും ഒന്ന് കൈയിടും. നമുക്കൊരു പരിചയമില്ലാത്ത ആള് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ തോളയിൽ നിന്ന് കൈയെടുത്ത് മാറ്റണതന്നെ അവർക്ക് ഇഷ്ടമല്ല. അത്ര ബന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാൻ ആളുകൾ. ഇവിടുത്തെ കേസ് എന്താ? അയ്യപ്പന്റെ സ്വർണം കവർന്നു അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, അവരെ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. ഇനിയും ആളുകളുണ്ടെന്ന് കോടതി പറയുന്നു. അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ SITയുടെ അന്വേഷണം പോകുന്നില്ല. അത് കോടതി തന്നെ പറഞ്ഞു. അന്വേഷണം ഞങ്ങളാദ്യം പറഞ്ഞു, പിന്നെ കോടതി തന്നെ പറഞ്ഞു ആ അന്വേഷണം പോകുന്നില്ല. എന്തുകൊണ്ട് ഈ അയ്യപ്പന്റെ സ്വർണം കവർന്ന 2 മുതിർന്ന നേതാക്കൾക്കെതിരായിട്ട് എന്തുകൊണ്ട് CPM ഒരു നടപടിയെടുക്കുന്നില്ല? ഒരു MLA ഞങ്ങൾ പുറത്താക്കാത്തതിനായിരുന്നു. ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് പിന്നെ പുറത്താക്കുകയും ചെയ്തു. സ്വർണം കവർന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയിൽ പാർട്ടി മെമ്പറാണ് ഇപ്പോഴും, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നേതാവാണ്. അതെന്താ നടപടിയെടുക്കാത്തത്? അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കുകയാണ് അവരെ. അതാണ് എല്ലാ ക്രിമിനലുകളെയും CPM സംരക്ഷിക്കുകയാണ്. പോലീസിന് ബോംബെറിഞ്ഞവനടക്കം. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ അത്ര വലിയ ഇനി കേസെടുത്തെന്ന് വിചാരിച്ചു, ഒരു നോട്ടീസ് കൊടുത്താൽ പോരെ? അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക. ഇതിന്റെ എന്ത് ക്രിമിനൽ കുറ്റം? എന്താണ് ഈ പറയുന്നത്? പോലീസിന് ബോംബെറിഞ്ഞവന് പരോളിൽ പുറത്തേക്ക് ഇറക്കി വിടുക, രാഷ്ട്രീയ പ്രവർത്തകന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് വയ്ക്കുക. അതാണ് ഈ വൈരുദ്ധ്യമാണ് നടക്കുന്നത്. കർണാടകയിലെ ബുൾഡോസർ രാജുവിനെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയൊക്കെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി അത് ഞങ്ങളത് എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടി വിവരം കിട്ടിക്കഴിഞ്ഞാൽ പറയാം. കൊല്ലത്ത് STPI സംബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു, യാതൊരു കൊല്ലം STPI ഉണ്ടാവില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ STPIയുടെ പിന്തുണ UDF-നായിരുന്നു. മാത്രമല്ല പിന്നീട് മേയറെ സ്വീകരിക്കുന്ന ചടങ്ങിലടക്കം STPI നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ അവര് പിന്തുണ കൊടുത്തപ്പോൾ ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞല്ലോ. വേറെ ആരും CPM പറഞ്ഞോ? CPM പറഞ്ഞില്ല. ഞങ്ങൾ BJP, CPM, STPI പിന്തുണ വേണ്ട എന്ന് UDF തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചില്ലേ? അവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഞങ്ങളെതിരെ അവരെ പുറകെ പോകണം. ഞങ്ങൾക്കല്ലാതെ ഭൂരിപക്ഷം ഇല്ലേ കൊല്ലത്ത്? ഞങ്ങൾക്ക് STPIയുടെ ഒരാളുടെ പുറകെ പോകണം. ഇനി ഒരാൾ മാത്രമുള്ള സ്ഥലത്ത് STPI പഞ്ചായത്തിൽ പിന്തുണ കൊടുക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു പറഞ്ഞു, അവരുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രസിഡന്റായ അപ്പ രാജിവെച്ചേക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ സംസ്ഥാനത്തുടനീളം പറഞ്ഞു, ഇങ്ങനെ ആരുടെയെങ്കിലും നമ്മൾ വേണ്ട എന്ന് പറയുന്നവരുടെ ആരുടെയെങ്കിലും പിന്തുണ കൊണ്ട് നിങ്ങൾ പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ ആയാൽ അപ്പൊ തന്നെ രാജിവെച്ചേക്കണമെന്നാണ് ഡയറക്ഷൻ കൊടുത്തത്. അങ്ങനെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? മറ്റു കാര്യം, ഈ തദ്ദേശ സ്ഥാപനത്തിലെ പലയിടത്തും DCC പ്രസിഡന്റിനെതിരെ വിമർശനം കോതമംഗലത്തടക്കം വന്നിട്ടുണ്ട്. ലേക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള അത്തരം കാര്യങ്ങളെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ. പിന്നെ ആകാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. മനസ്സിലായേ? നിങ്ങളിത് നേരെ മറിച്ചാണെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടന്നു, ഏറ്റവും താഴെ വന്ന ആളെ നേതൃത്വം ഇടപെട്ട് ആക്കിയിരുന്നെങ്കിൽ അതാണ് തെറ്റ്. പാർട്ടിക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോളോ ചെയ്യും. എവിടെയെങ്കിലും ആ പ്രൊസീജിയർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും. ഒരു സ്ഥലത്തും അങ്ങനത്തെ കംപ്ലൈന്റ് വന്നിട്ടില്ല. പ്രൊസീജിയർ കറക്റ്റാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിട്ട് ഇപ്പോ കൊച്ചി കോർപ്പറേഷനിൽ തൃക്കാക്കരയിൽ ഇങ്ങനെ തുടരെ അത് ആകാത്ത ആളുകൾ പറയാണ്. അത് ഒരു മറ്റേ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തുക. അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷകരെ നിയമിച്ച് ആ നിരീക്ഷകർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അത് കൊടുത്തോട്ടെ, അവർക്ക് പരാതി തന്നെ അവർ കൊടുത്തോട്ടെ. പക്ഷെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെ? നടപടി അതായത് ജനാധിപത്യപരമായ രീതിയിൽ CPM-ലൊന്നും അതില്ല. പാർട്ടിയാണ് തീരുമാനിക്കണം ആരാണെന്ന്. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ രീതി രഹസ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. രഹസ്യ ബാലറ്റൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതിന് നിരീക്ഷകരാണ്. ഗ്രൂപ്പല്ല, പാർട്ടി നിയോഗിക്കുന്ന നിരീക്ഷകരെയാണ് അവിടെ ഇരുത്തിയേക്കണം. അവര് ചെന്ന് അവരോടല്ലേ പറയില്ലേ? അവരോട് പറയുമ്പോൾ കുറിച്ചെടുക്കും. അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ്.
എല്ലാത്തിലും അങ്ങനെയാണ്. തൃശ്ശൂർ മേയർ ഇപ്പോ സ്ഥാനാർത്ഥി തൃശ്ശൂർ മേയറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വ്യക്തി പണം കൊടുത്ത സ്ഥാനം നൽകി. ഇതൊക്കെ ആകാത്ത ആൾക്ക് പറയാലോ, എന്ത് വേണേലും പറയാലോ. അവർക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഗ്രേസ് കളയാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവരും ഇവിടെ ആക്കാൻ പറ്റുമോ? ഒരാളെല്ലാം ആക്കാൻ പറ്റുള്ളൂ ഒരേ സമയത്ത്. ആകാത്തവരെ അത് ഇതും പറയല്ലേ. അതെല്ലാം നോക്കിയിട്ടുണ്ട്. അതൊക്കെ KPCC കൃത്യമായിട്ട് KPCC ആർക്കും എന്ത് വേണേലും പറയാലോ. ആകാത്ത ഒരാൾക്ക് എന്ത് വേണേലും പറയാലോ. അത് അവിടുത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ആളുകൾ. ഞങ്ങൾ പരിശോധിച്ചാണ് KPCC റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പറഞ്ഞത് എന്താണെന്ന്. അത് വയലേറ്റ് ചെയ്തൊന്നും ചെയ്യത്തില്ല, ഒരിടത്തും നടന്നിട്ടില്ല. ആകാൻ പറ്റാത്ത ആൾ പുറത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയെടുക്കും. KPCC ഇപ്പോൾ നടപടി എടുത്തില്ല, അതുപോലെ നടപടി എടുക്കും. വേണ്ട, ഇല്ല അവരില്ലായിരുന്നു. അവരുടെ പിന്തുണ വാങ്ങിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലല്ലേ, അത് പറഞ്ഞിട്ടില്ലല്ലോ. എറണാകുളത്തല്ലേ UDF സമ്മേളനം കഴിഞ്ഞ് ഞാനും കൺവീനറും കൂടിയല്ലേ സെക്രട്ടറിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഈ 3 പാർട്ടികളുടെ പേര് പറഞ്ഞു. അതിൽ 2020 ഒന്നുമില്ല. 2020 ഒന്നും അങ്ങനെ ഞങ്ങൾ അകറ്റി നിർത്തിയേക്കണം. അങ്ങനെ ഞങ്ങളായിട്ട് അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. അവർ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ അരാഷ്ട്രീയ വാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്നുള്ള പരാതി ഞങ്ങൾക്ക് അവർക്കെതിരെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഞങ്ങൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഞങ്ങൾ CPIയുടെ പറഞ്ഞിട്ടില്ലല്ലോ, CPM-ന്റെ പറഞ്ഞിട്ടില്ല. CPIക്കാർ തന്നെ ഞങ്ങൾ ഓക്കെയാണ്. ശരി.